അല്ലെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു വേറെ ലെവൽ കിടിലൻ ട്രെയിലർ എന്ന് പറയാം. അതിൽ നമ്മുടെ സ്പൈഡർമാൻ പടം ഇറങ്ങിയിട്ട് ഏകദേശം 6 കൊല്ലമായെന്ന് പറയാം. നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ആയിരുന്നു ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ നോവേ ഹോം ആയിരുന്നു ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവർ 3 പേരും ഒരുമിച്ച ഒരു സിനിമയായിരുന്നു അത്. അതിൽ ആ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയാണെന്ന് പറയാം. വളരെയധികം കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ആ കൊറോണ സമയത്തും. എന്തായാലും ആ സിനിമയ്ക്ക് ശേഷം ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്പൈഡർമാൻ പടം വരുന്നതെന്ന് പറയാം. അതിൽ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ ഒരു കിടിലൻ ട്രെയിലറായിട്ട് തോന്നിയത്. എന്തായാലും ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ കഥ മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ കഥയിൽ കാണിക്കുന്നത്. 4 വർഷത്തെ ഗ്യാപ്പാണ് കാണിക്കുന്നത്. നമ്മുടെ നോയോമിന് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. 4 വർഷത്തിന് ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാം. എന്തായാലും നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടുന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സംഭവം, കയ്യിൽ നിന്ന് വല വരുന്ന സംഭവം. എന്തായാലും അത് വലിയൊരു നൊസ്റ്റാൾജിയാണെന്ന് പറയാം. പണ്ടത്തെ സ്പൈഡർമാൻ കണ്ടവർക്കറിയാം അതൊരു കിടിലൻ സീനാണെന്ന് പറയാം, നമ്മുടെ ടോബിയുടെ വലയിടുന്നൊക്കെ സീന്. എന്തായാലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്ന സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമ നമ്മുടെ ആൾക്കും ഒരു പ്രധാന വേഷത്തിൽ വരാൻ വരുന്നുണ്ട് എന്ന് പറയാം. അൾക്കിനെ കാണിച്ചിട്ടില്ല, എന്തായാലും ബ്രൂസ് ബാനറിനെ കാണിച്ചിട്ടുള്ളതെന്ന് പറയാം. എന്തായാലും അൾക്ക് എന്തായാലും വരുമെന്ന് ഉറപ്പാണെന്ന് പറയാം. അതുപോലെ തന്നെ ഡെയർ ഡബിൾ, പണിഷർ എന്നീ ക്യാരക്ടേഴ്സും വരാൻ സാധ്യതയെന്ന് പറയാം. നമ്മുടെ പണിഷർ എന്തായാലും കൺഫേം ആയിട്ടുണ്ട്, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്തായാലും ഡെയർ ഡബിൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. എന്തായാലും ഈ സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളതെന്ന് പറയാം. ഒരു വേറെ ലെവൽ പടമായിട്ടെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ അതിൽ മ്യൂട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതെങ്ങനെ വരുമെന്ന്. നമുക്ക് ഒരു കോമിക് രീതിയിലാണ് ഈ സിനിമ വരുന്നതെന്ന് പറയാം. സ്പൈഡർമാൻ്റെ ഒരു കോമിക്കുണ്ട്, അതിൽ ഓർഗാനിക് വെബ് കിട്ടുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ആ കോമിക്കിൻ്റെ ആസ്പദമാക്കിയായിരിക്കും ഈ സിനിമ വരാൻ സാധ്യത എന്ന് പറയാം. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണെന്ന് പറയാം ഈ സിനിമയ്ക്ക്.